ഓം ശ്രീ ആഞ്ജനേയ നമ. MS-V4 ആസ്ട്രോ റിസർച്ചിലേക്ക് സ്വാഗതം. ഞാൻ MS വിനീത്. ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്, ഇപ്പം തുലാമാസം വന്നു ചേരുകയാണ്. ഈ തുലാമാസത്തിൽ ഹനുമാൻ സ്വാമിയുടെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന 3 രാശികൾ, ആ രാശികളിൽ വരുന്ന നക്ഷത്രക്കാർ ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ഈ അനുഗ്രഹം ഈ വരുന്ന തുലാമാസത്തിൽ ആ ഒരു അനുഗ്രഹം എങ്ങനെയൊക്കെയാണ് അവരെ മുൻപോട്ട് നയിക്കുന്നത്, ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നത്. കവടി പ്രശ്നം വെച്ച് നോക്കിയാണ് ഈ 3 രാശികൾ ഏതൊക്കെയാണെന്ന് ഞാൻ കണ്ടെത്തിയത്. എൻ്റെ ആസ്ട്രോളജി റിലേറ്റഡ് ചാനൽ MS-V4 ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവുചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോയിലേക്ക് കടക്കാം. കവടി പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ 3 കൂറുകൾ, അതായത് ആദ്യം ഇതിൽ കണ്ടത് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർ. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർ വിശാഖം അവസാന കാൽഭാഗം, അതുപോലെ തന്നെ അനിഴം, തൃക്കേട്ട നക്ഷത്രം. അതുപോലെ പിന്നീട് കവടി പ്രശ്നത്തിൽ കണ്ടത് മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർ. മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ ഉത്രാടത്തിന്റെ അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യ പകുതി. അതുപോലെ കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ അവിട്ടത്തിന്റെ അവസാന പകുതിയും, ചതയം, പൂരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗം. അപ്പം ഈ 3 കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് എല്ലാം തന്നെ, അതായത് വൃശ്ചികക്കൂറില്, മകരക്കൂറ്, കുംഭക്കൂറ്, ഈ 3 കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്കാണ് ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ഈ വരുന്ന തുലാമാസത്തിൽ പൂർണ്ണമായിട്ടും നിറഞ്ഞു നിൽക്കുന്നത്. കവടി പ്രശ്നത്തിൽ കണ്ടെത്തിയതാണ്. അപ്പം എങ്ങനെയൊക്കെയാണ് അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്നത്, ഏതൊക്കെ ഭാവങ്ങളിലാണ് എന്ന് നമുക്ക് നോക്കാം. ഔദ്യോഗികപരമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. ജോലിയിലുള്ള നിലവിലുള്ള ബുദ്ധിമുട്ടുകൾ, കാര്യങ്ങളെല്ലാം പൂർണ്ണമായി മാറി കിട്ടുന്നതാണ്. അതുപോലെ തന്നെ പ്രൊമോഷൻ റിക്വസ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തവർക്ക് അങ്ങനെയുള്ള ദൈവികപരമായിട്ടുള്ള അനുഗ്രഹം ഉണ്ട്, കൂടെയുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ മംഗളപരമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നതാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്, ജോലി അന്വേഷിക്കുന്നവർക്ക്. അതുപോലെ കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന നല്ല ഒരു മാസം ആയിരിക്കും. സാമ്പത്തികപരമായിട്ട് വളരെ ഭദ്രതയുള്ള നല്ല രീതിയിലുള്ള സാമ്പത്തിക തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു മാസമായിട്ടാണ് ഈ പറഞ്ഞ 3 കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വാഹനം എടുക്കാൻ വളരെ അനുകൂലമായിട്ടുള്ള ഒരു മാസമാകും. വീട് പണിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല ഒരു മാസമാകും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിലുള്ള ദൈവാധീനം ഉള്ള സമയമാകും. വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിൽ പഠന മികവോടുകൂടി നല്ല രീതിയിൽ മുൻപോട്ട് പോകാൻ പറ്റിയ നല്ല ഒരു മാസമാണ്. പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസ് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു മാസമാകും. അതുപോലെ തന്നെ ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്കും നല്ല രീതിയിലുള്ള ദൈവാധീനമുള്ള ഒരു മാസമാകും. പൂർണ്ണമായിട്ടും ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. യാതൊരുവിധ ശത്രു ബുദ്ധിമുട്ടുകൾ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നതല്ല. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും. ബിസിനസ് എക്സ്പാൻഷൻ കാര്യങ്ങൾ, അതുപോലെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്കും ഈ മാസം നല്ല ദൈവാധീനമുള്ള, ഹനുമാൻ സ്വാമി പൂർണ്ണമായിട്ടും അനുഗ്രഹിക്കുന്ന നല്ല ഒരു മാസമാകും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ദിവസവും ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക. പറ്റുമെങ്കിൽ ചൊവ്വാഴ്ച ദിവസം അതല്ലെങ്കിൽ ശനിയാഴ്ച ദിവസം ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി വെറ്റിലമാല, അതുപോലെ അതല്ലെങ്കിൽ വടമാല വഴിപാടായിട്ട് സമർപ്പിക്കുക. ദിവസവും ഹനുമാൻ സ്വാമി മന്ത്രങ്ങൾ ജപിക്കുക. അതുപോലെ ഹനുമാൻ ചാലിസ ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. ഹനുമാൻ ചാലിസ ജപിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആദ്യം കുറച്ച് ദിവസം ഹനുമാൻ ചാലിസയുടെ ഓഡിയോ യൂട്യൂബിൽ ഓഡിയോ ഉണ്ട്, അത് കാണുക. ഹനുമാൻ ചാലിസ ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. അങ്ങനെയുള്ള പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം നിങ്ങൾക്ക് ഉടനീളം കിട്ടുന്നതാണ്. അപ്പം ഇത്രയും നക്ഷത്രക്കാരാണ്, ഇത്രയും കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്കാണ് ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്നത്. എന്റെ ആസ്ട്രോളജി റിലേറ്റഡ് ചാനൽ MS-V4 ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവുചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എന്റെ പൂജാ പ്രാർത്ഥനയിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കണമെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ജീവിതത്തിൽ അനുഭവിക്കുന്ന ക്ലേശങ്ങൾ എന്താണ് അതുകൂടി ജസ്റ്റ് ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളെ കൂടി ഉൾപ്പെടുത്തി ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. തികച്ചും സൗജന്യപരമാണ്. അതുപോലെ ഒരു കാര്യം കൂടി, ആസ്ട്രോളജി റിലേറ്റഡ് ഓൺലൈൻ കൺസൾട്ടിങ്ങിന് അങ്ങനെയുള്ള താല്പര്യം ഉള്ളവർ എന്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. വാട്സ്ആപ്പ് നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തേക്കാം. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേരുന്നു. നന്ദി, നമസ്കാരം.